നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ തടഞ്ഞ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. വല്ലച്ചിറ ഷാപ്പ് സ്റ്റോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. കൂടെ സഞ്ചരിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റു. ജോലിയും കൂലിയും ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ധർണ നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ടാമത്തെ റേഷൻ കട കെ സ്റ്റോറായി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ തടഞ്ഞ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ടോൾ ബൂത്തുകൾ തുറന്ന വാഹനങ്ങൾ കടത്തിവിട്ടു. തുടർന്ന് ടോൾ പ്ലാസയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധ ധർണ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KS റോസൽ രാജ്, സുകന്യ ബൈജു, ജില്ലാ ട്രഷറർ KS സെന്തിൽകുമാർ, ഒല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി മിഥുൻ കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഡിവൈഎസ്പി K സുമേഷ്, പുതുക്കാട് SHO V സജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. ഇവിടുത്തെ പോലീസുകാരും ടോൾ പ്ലാസ അധികാരികളും മനസ്സിലാക്കണം. പ്രിയപ്പെട്ട സഖാക്കളെ, അടിയന്തര സ്വഭാവത്തോടു കൂടി ഇവിടെ സംഘടിപ്പിച്ച ഈ പ്രതിഷേധ പരിപാടിക്കകത്ത് എത്തിച്ചേർന്ന മുഴുവൻ സമരവളണ്ടിയർമാരെയും ആദ്യമായി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിക്ക് നിൽക്കുന്നതല്ല. ദേശീയപാതയിൽ ഉടനീളം ഇതുപോലെയുള്ള ചുങ്കപ്പുരകൾ കെട്ടിയുയർത്തി സാധാരണക്കാരായ ജനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവരുടെ പോക്കറ്റ് പിഴിഞ്ഞെടുക്കുന്ന സമീപനം തുടർച്ചയായി കുത്തനെ ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ടെല്ലാം മുന്നോട്ട് പോവുകയാണ്. അത് നിഷേധിക്കുന്ന സമീപനം BOT എന്ന പേരിൽ ഈ നാടിനകത്ത് കേന്ദ്ര സർക്കാർ, കോൺഗ്രസും BJPയും മാറി മാറി ഭരിച്ച കോൺഗ്രസ് സർക്കാരിൻ്റെ അവർ നടത്തിയ നിയമനിർമ്മാണങ്ങളുടെ ഭാഗമായി നാഷണൽ ഹൈവേ അതോറിറ്റിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കരാർ കമ്പനികൾക്ക് കൊള്ള ഈ പാലിയേക്കര ടോൾ പ്ലാസ വന്നത് മുതൽ ഈ നാടിനകത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൊള്ളക്കാരായി നാടിനകത്ത് ഈ ചുങ്കപ്പുരകാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. പാലിയേക്കര ടോൾ പ്ലാസയിൽ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത്. ഏതാണ്ട് 12ാമത് തവണയാണ് ടോൾ പ്ലാസ ഇവിടെ ടോൾ പിരിക്കാൻ തുടങ്ങിയതിന് ശേഷം നിരക്ക് വർദ്ധിക്കുന്നത്. ഈ ടോൾ പ്ലാസയുടെ കമ്പനിക്ക് ഈ പ്ലാസ ഇവിടെ നിലവിൽ വന്നതിന് ശേഷം പ്രതിഷേധത്തിന് വരില്ല എന്നും അതുപോലെ നിരവധി ടോൾ ഫണ്ട് ലഭിക്കുമെന്നുള്ള രീതിയിലാണ് ഇവിടെ ടോൾ കമ്പനി നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 2281 കോടി രൂപ ടോൾ അധികം ലഭിച്ചിട്ട് വല്ലച്ചിറ ഷാപ്പ് സ്റ്റോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. കൂടെ സഞ്ചരിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റു. വെള്ളാങ്കല്ലൂർ സ്വദേശി 19 വയസ്സുള്ള അഭയ് ആണ് മരിച്ചത്. ബൈക്കിൽ കൂടെ സഞ്ചരിച്ചിരുന്ന കാറളം സ്വദേശി 19 വയസ്സുള്ള റാമിസിനെ ഗുരുതര പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ഇരുവരും തൃശൂരിലെ ഏവിയേഷൻ സ്കൂൾ വിദ്യാർത്ഥികളാണ്. ജോലിയും കൂലിയും ഉറപ്പുവരുത്തുക, തൊഴിൽ ദിനം 200 ദിവസമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ INTC-യുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ധർണ നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മുന്നിൽ നടന്ന ധർണ തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സുദിനി രജീവൻ അധ്യക്ഷത വഹിച്ചു. INTC റീജിയണൽ പ്രസിഡന്റ് KL ജയ്സൺ,
വിൽസൺ വല്ലച്ചിറ, തൃക്കൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത്, ജയൻ അന്തിക്കാടൻ, ജോജോ പിണ്ടിയാൻ, മോളി വേലുപ്പാടം എന്നിവർ പ്രസംഗിച്ചു. മഹാനായ മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് തുടക്കത്തിൽ തന്നെ വളരെ വിജയകരമായി മുന്നോട്ട് പോയിരുന്നൊരു ഘട്ടമായിരുന്നു. പക്ഷേ ക്രമേണ ഓരോ വർഷം ചെല്ലും തോറും നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തായി അതിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. INTUCയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലിയും ജോലിയും വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇന്നിവിടെ പോരാട്ട ധാരണ അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും അധികം ഇന്ന് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നത് താഴെത്തട്ടിലുള്ള ആളുകളിലേക്ക് പണം എത്താത്തതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്നുള്ളത് നമുക്കല്ലോ. തൊഴിലുറപ്പ് പദ്ധതി 2004 ഇവിടെ അധികാരത്തിൽ വന്ന ഇന്ത്യൻ ഐക്യ പുരോഗമന സഖ്യം വൈവിധ്യമാർന്ന മോഡൽ വസ്ത്രങ്ങളുടെ വൻ കളക്ഷനുമായി ഏഞ്ചൽസ് ഗാർബ് ലേഡീസ് ആൻഡ് കിഡ്സ് വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സ്കൂൾ ഗ്രൗണ്ടിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ഏഞ്ചൽസ് ഗാർബ് ലേഡീസ് ആൻഡ് കിഡ്സിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗങ്ങളായ ജോജോ പിണ്ടിയാൻ, ജോൺ തുലാപ്പറമ്പിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പള്ളിക്കുന്ന് അസംഷൻ പള്ളി വികാരി ഫാദർ ജേസൺ കൂനംപ്ലാക്കൽ സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. പ്രതിഷ്ഠിക്കപ്പെടുന്ന ഈ രൂപം ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഓർമ്മ ഞങ്ങളിൽ എന്നും നിലനിർത്തട്ടെ. അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുണ്ടായിരിക്കണമേ. പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ജോബി ആന്റണി കുത്തൂരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ ട്രെൻഡി മോഡലുകളിലും നിറങ്ങളിലുമുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിട്ടുണ്ട്. സാരികൾ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്തീസ്, ലെഗിൻസുകൾ, ഇന്നർ വെയേഴ്സ്, ഡെയിലി വെയേഴ്സ്, നൈറ്റുകൾ, കുട്ടികളുടെ ഡ്രസ്സുകൾ എന്നിവ ന്യായവിലയിൽ മികച്ച ക്വാളിറ്റിയിൽ ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓരോ 3000 രൂപയുടെ പർച്ചേസിനും ഒരു സാരി സൗജന്യമായിരിക്കും. സുഹൃത്തുക്കളെ, പള്ളിക്കുന്ന് അസംഷൻ പള്ളിയുടെ സമീപത്തായി ഏഞ്ചൽ ഗാർഡ്സ് എന്ന നവീന സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നു. ലേഡീസ് ആൻഡ് കിഡ്സുകളുടെ വലിയ ശേഖരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും വരണമെന്ന് മാന്യമായി അഭ്യർത്ഥിക്കുന്നു. പള്ളിക്കുന്ന് ഗ്രൗണ്ടിന് സമീപം ഏഞ്ചൽസ് ഗാർബ് എന്നൊരു സ്ഥാപനം ഓണത്തിനോടനുബന്ധിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് കുറച്ച് ഓഫറൊക്കെ കൊടുക്കുന്നുണ്ട്. വന്ന് ആവശ്യക്കാർ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മളതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഒരു 3000 രൂപയുടെ തുണിയൊക്കെ എടുക്കുമ്പോൾ ഒരു സാരി ഫ്രീ. എല്ലാവരും വരണം, തുണികൾ എടുക്കണം. ഈ സ്ഥാപനം ഒരു വിജയകരമായി പ്രവർത്തനം മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. പുതുപുത്തൻ വസ്ത്രങ്ങളുമായി ഏഞ്ചൽസ് ഗാർബ് ലേഡീസ് ആൻഡ് കിഡ്സ്, പള്ളിക്കുന്ന് സ്കൂൾ ഗ്രൗണ്ടിന് സമീപം, വരന്തരപ്പള്ളി. ഫോൺ 7012122631. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ടാമത്തെ റേഷൻ കട കെ സ്റ്റോറായി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. വാർഡംഗം TK സതീശൻ അധ്യക്ഷനായി. മുകുന്ദപുരം താലൂക്ക് സപ്ലൈ ഓഫീസർ MG അനിൽ, റേഷൻ കട ഉടമ അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. ആധാർ ബന്ധിത റേഷൻ കാർഡ് സംവിധാനത്തിലൂടെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന റേഷൻ സാധനങ്ങൾക്ക് പുറമെ സപ്ലൈകോയുടെ സ്വന്തം ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ, 5 കിലോഗ്രാം തൂക്കമുള്ള ചോട്ടു പാചകവാതക സിലിണ്ടറുകൾ, വൈദ്യുതി ബില്ല്, വെള്ളക്കരം, ഭൂനികുതി, വീട്ടുനികുതി എന്നിവ അടവാക്കുന്നത് ഉൾപ്പെടെയുള്ള യൂട്ടിലിറ്റി സർവീസുകൾ, മിൽമ ഉൽപ്പന്നങ്ങൾ, വ്യവസായ വകുപ്പിന് കീഴിൽ ചെറുകിട വ്യവസായ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന അവശ്യ വസ്തുക്കൾ എന്നിവ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് കെ സ്റ്റോർ അഥവാ കേരള സ്റ്റോർ. ഇതുകൂടാതെ 10,000 രൂപ വരെ പിൻവലിക്കാനും നിക്ഷേപിക്കാനും കഴിയുന്ന മിനി ബാങ്കിംഗ് സംവിധാനവും കെ സ്റ്റോർ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ബാങ്ക്, ATM, അക്ഷയ, സെന്ററുകൾ എന്നിവയുടെ സേവനം ലഭ്യമാകാത്ത ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരം അവശ്യ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് റേഷൻ കടകളിലൂടെ ലഭ്യമാക്കുക എന്നതാണ് കെ സ്റ്റോറിന്റെ ലക്ഷ്യം.
കൊടകര ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF നേതൃത്വത്തിലുള്ള സഹകരണ മുന്നണി മുഴുവൻ സീറ്റുകളിലും വിജയിച്ച് ഭരണം നിലനിർത്തി. ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റായിരുന്ന KC ജെയിംസ്, കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് എന്നിവരുൾപ്പെടെയുള്ള 13 പേരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 20 വർഷമായി ഇടതുമുന്നണിയാണ് ഫാർമേഴ്സ് ബാങ്ക് ഭരിക്കുന്നത്. വയനാടിന് കൈത്താങ്ങായി AIYF ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടനല്ലൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ സഹായചന്ത ആരംഭിച്ചു. AIYF സംസ്ഥാന കമ്മിറ്റിയുടെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ധനശേഖരണാർത്ഥമാണ് ദ്വിദിന ചന്ത നടത്തുന്നത്. വയനാടിനായി സഹായചന്ത റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഏറ്റുവാങ്ങി. AIYF മണ്ഡലം പ്രസിഡന്റ് ജിനേഷ് PC അധ്യക്ഷനായി. പ്രസാദ് പറേരി, ബിനോയ് ഷബീർ, കനിഷ്കൻ വല്ലൂർ, TR രമേഷ് കുമാർ, PD റെജി, T പ്രദീപ് കുമാർ, PS അഖിൽ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് 5 ദിവസത്തെ ശമ്പളം നൽകണം എന്ന് വിനയത്തോടെ ഗവൺമെന്റ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ അതൊരു മാൻഡേറ്റ് അല്ല, അതൊരു നിർബന്ധ ബുദ്ധിയല്ല. കേരളത്തിൽ എല്ലാ ദിവസവും ജോലി ചെയ്താൽ ശമ്പളം കിട്ടുന്ന സർക്കാർ ജീവനക്കാരൻ അവരുടെ 5 ദിവസത്തെ ശമ്പളം. ഇത്തരം വേദികളിൽ എൻ്റെ വാക്കുകൾക്ക് കാര്യമായ പ്രസക്തിയുണ്ടെന്ന് എനിക്കറിഞ്ഞുള്ളൂ. പക്ഷേ ഞാനിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരു മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല, മനുഷ്യത്വമാണ് എൻ്റെ മുന്നിൽ കാണുന്ന ഇതെല്ലാം. മണ്ണും മനസ്സും അവർക്ക് നൽകിക്കൊണ്ട് അവരെ നമ്മളിൽ ഒരാളായി ചേർത്ത് ദുരന്ത ജീവിതത്തിൽ നിന്ന് എല്ലാവരെയും കരകയറ്റിക്കൊണ്ട് കോവിഡിന്റെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സാമ്പത്തിക സമാഹരണത്തിന്റെ ഭാഗമായി മറ്റത്തൂർ പടിഞ്ഞാട്ടുമുറി NSS കരയോഗം ഓണാഘോഷവും കുടുംബസമ്മേളനവും സംഘടിപ്പിച്ചു. NSS മുകുന്ദപുരം താലൂക്ക് യൂണിയൻ കോടാലി മേഖലാ പ്രതിനിധി സുനിൽ K മേനോൻ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് P ശ്രീധരൻ നായർ അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി ഉണ്ണി പുതുവത്ത്, താലൂക്ക് പഞ്ചായത്ത് സമിതി അംഗം T ശ്രീകുമാർ, കരയോഗം വനിതാ സമാജം പ്രസിഡന്റ് കൌമുദി, ഓണാഘോഷ കമ്മിറ്റി പ്രോഗ്രാം കൺവീനർ ജയശ്രീ പുതുവത്ത് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് തിരുവാതിരക്കളി, കലാകായിക പരിപാടികൾ എന്നിവ ഉണ്ടായിരുന്നു. വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. കോടാലി NSS കരയോഗം വാർഷിക പൊതുയോഗം മുകുന്ദപുരം താലൂക്ക് യൂണിയൻ കോടാലി മേഖലാ കൺവീനർ സുനിൽ K മേനോൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് V രാമൻ നായർ അധ്യക്ഷത വഹിച്ചു. മുകുന്ദപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടറി K കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കരയോഗം സെക്രട്ടറി V ജയരാമൻ, ട്രഷറർ MP രഘുനാഥ്, വൈസ് പ്രസിഡന്റ് VG സത്യൻ, ജോയിന്റ് സെക്രട്ടറി രജനി സന്തോഷ്, കമ്മിറ്റി അംഗം P രവീന്ദ്രനാഥ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് തിരുവാതിരക്കളി അടക്കമുള്ള വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട രൂപതയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ സംഗമം രൂപതാ ഭവൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷനായി. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, രൂപത PRO ഫാദർ ജിനോ ജോണി മാളക്കാരൻ, ഫിനാൻസ് ഓഫീസർ ഫാദർ ലിജോ കോങ്കോത്ത്, കേരള സഭ ചീഫ് എഡിറ്റർ ജോസ് തളിയത്ത്, ഫാദർ ജെയ്സൺ വടക്കുംചേരി, വിവിധ പ്രസ് ക്ലബ് പ്രസിഡന്റുമാർ എന്നിവർ പ്രസംഗിച്ചു. ഇരിങ്ങാലക്കുട, കൊടകര, മാള, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ചാലക്കുടി, വെള്ളാങ്കല്ലൂർ പ്രസ് ക്ലബ്ബുകളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ സംഗമത്തിൽ പങ്കെടുത്തു. ഈ വലിയ ഈ രൂപതയുടെ പ്രവർത്തനങ്ങളെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അതിനുള്ള നന്ദി നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഈ നാടിന് വലിയ വിലപ്പെട്ടവരാണ്. അളഗപ്പ നഗർ പഞ്ചായത്ത് കുന്നത്തുപാടം താഴ്വാരം യുവജന സഹായ സംഗമം ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരണവും ഓഫീസ് ഉദ്ഘാടനവും 8ാം വാർഷികാഘോഷവും നടന്നു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാനും സഹായ സംഗമം പ്രസിഡന്റുമായ ജിജോ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. സഹായ സംഗമം സെക്രട്ടറി ബൈജു തട്ല അധ്യക്ഷത വഹിച്ചു. പ്രിയദർശിനി കുടുംബശ്രീ പ്രസിഡന്റ് സലോമി ജേക്കബ്, ട്രസ്റ്റ് ഭാരവാഹികളായ ഫോറസ്റ്റ് ഗാർഡ് PJ നിജോ, PR രാഹുൽ, എൻസൺ ജേക്കബ്, CP അരുൺ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങുകൾക്ക് മോൺസൺ, സുധി, സതീഷ്, ശ്രീനി, മിഥുൻ എന്നിവർ നേതൃത്വം നൽകി. കുടുംബസംഗമവും പ്രായമായവരെ ആദരിക്കലും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. രൂപീകരണം കൂടിയാണിത്. അപ്പോൾ ഈ പരിപാടിയിൽ നമ്മുടെ ഇതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള അധ്യക്ഷൻ തുടങ്ങി വെച്ചത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പല വീടുകളിലായി മാറ്റിവെച്ചു. എല്ലാ വീടുകളും മാറി നടത്തിപ്പോന്നു. ഇവർക്ക് വേണ്ടി നമ്മൾ ഇവിടെ നാട്ടുകാരുടെ ആയാലും നമ്മുടെ സഹകരണത്തോടു കൂടി തന്നെയാണ് ഇതുപോലൊരു വടമലി കോർട്ടും അതുപോലെ നല്ലൊരു
വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ കേൾക്കുന്ന കാര്യമാണ് സിബിൽ സ്കോർ ഉയർന്നതായിരിക്കണം എന്നുള്ളത്. വായ്പ ലഭിക്കാനുള്ള യോഗ്യതയും പലിശ നിരക്കുമെല്ലാം നിർണ്ണയിക്കുന്നതിൽ സിബിൽ സ്കോറും റാങ്കും വഹിക്കുന്ന പങ്ക് വലുതാണ്. റിപ്പോർട്ടിലേക്ക്. ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സിബിൽ സ്കോർ തീരുമാനിക്കുന്നത്. ഇങ്ങനെ തീരുമാനിക്കപ്പെടുന്ന 3 അക്ക സംഖ്യയാണ് സിബിൽ സ്കോർ. 300 മുതൽ 900 വരെയുള്ള സ്കോർ ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് യോഗ്യത കാണിക്കുന്നു. കുറഞ്ഞ സിബിൽ സ്കോർ വായ്പാ സാധ്യത കുറയ്ക്കുന്നു. സിബിൽ സ്കോർ 900ലേക്ക് അടുക്കും തോറും ലോണുകളുടെയും മറ്റു ക്രെഡിറ്റ് ഉപകരണങ്ങളുടെയും ലഭ്യത കൂട്ടും. 700ഉം അതിനു മുകളിലുമാണ് സിബിൽ സ്കോർ വരുന്നത് എങ്കിൽ നല്ലതാണ്. 18 മുതൽ 36 മാസം വരെ നല്ല രീതിയിലുള്ള വായ്പ തിരിച്ചടവുകളാണ് സിബിൽ സ്കോർ കൂട്ടുക. ബാങ്കുകൾ, ക്രെഡിറ്റ് കമ്പനികൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, NBFC എന്നിവയിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സിബിൽ സ്കോർ തീരുമാനിക്കപ്പെടുന്നത്. വ്യക്തികൾ മാത്രമല്ല കമ്പനികളും വായ്പകൾക്ക് അപേക്ഷിക്കാറുണ്ട്. വ്യക്തികളുടെ വായ്പാ യോഗ്യത പരിശോധിക്കാൻ സിബിൽ സ്കോർ പരിശോധിക്കുമ്പോൾ കമ്പനികളുടെ വായ്പാ യോഗ്യത പരിശോധിക്കാൻ സിബിൽ റാങ്കാണ് ഉപയോഗിക്കുക. 1 മുതൽ 10 വരെയുള്ള സ്കെയിലിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഏറ്റവും ഉയർന്ന റാങ്കാണ് 1. 50 കോടി രൂപ വരെ വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്ന കമ്പനികൾക്കായാണ് ഇത് കൂടുതലായും ഉപയോഗിക്കുന്നത്. സ്വർണ്ണ വിപണിയിൽ ആശ്വാസം പകർന്ന് വില താഴേക്ക്. കേരളത്തിൽ ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് വില 6670 രൂപയായി. 200 രൂപ താഴ്ന്ന് 53,360 രൂപയാണ് പവൻ വില. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിലെ ഏറ്റവും താഴ്ന്ന വിലയാണിത്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ മാത്രം പവന് 360 രൂപ കുറഞ്ഞു. ഗ്രാമിന് 45 രൂപയും. രാജ്യാന്തര വിലയിലെ ട്രെൻഡാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത്. കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കിഴക്കൻ വിദർഭയ്ക്കും തെലങ്കാനയ്ക്ക് മുകളിലായി നിലവിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ന്യൂനമർദ്ദം അടുത്ത 12 മണിക്കൂറിനുള്ളിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് കാണുന്നത്. ഇത് കാരണം അടുത്ത 7 ദിവസത്തേക്ക് മഴയുണ്ടാകും. സെപ്റ്റംബർ 4 തീയതി വരെയുള്ള സമയത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാനാണ് സാധ്യത. ഇതിന് പുറമെ അടുത്ത 7 ദിവസം വ്യാപകമായി നേരിയതോ ഇടത്തരം തീവ്രതയുള്ളതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. നേരത്തെ വടക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ രൂപം കൊണ്ട അസ്ന ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിലവിൽ സഞ്ചരിക്കുന്ന തീവ്ര ന്യൂനമർദ്ദം വീണ്ടും ശക്തി കുറയാനുള്ള സാധ്യതയും കാണുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സൈനിക വിശ്രമ കേന്ദ്രത്തിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ മുഴുവൻ സമയ കെയർ ടേക്കറുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ വ്യാഴാഴ്ച വൈകിട്ട് 5-നകം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 048723840337. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. മറവാഞ്ചേരി തച്ചക്കുളം ഉണ്ണികൃഷ്ണൻ ഭാര്യ ആനന്ദം അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിനോദ്, വിജയ് എന്നിവർ മക്കളും രാജകുമാരി, ഷെറി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ തടഞ്ഞ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. വല്ലച്ചിറ ഷാപ്പ് സ്റ്റോപ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. കൂടെ സഞ്ചരിച്ചിരുന്ന വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റു. ജോലിയും കൂലിയും ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ധർണ നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ 2ാമത്തെ റേഷൻ കട കെ സ്റ്റോറായി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.
പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.